കാരണം നമ്മുടെ ഏപ്രിൽ 9 നമ്മുടെ അസംബ്ലി ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുക. നമ്മുടെ ഇപ്രാവശ്യത്തെ നിയമസഭയിൽ എല്ലാവരും ബി ജെ പി ആയിരിക്കണം അംഗങ്ങൾ. നമ്മുടെ മുഖ്യമന്ത്രി കൂടെ ഒരു ബി ജെ പി മുഖ്യമന്ത്രി ആയിരുന്നാൽ നമ്മുടെ നാട് നന്നായിട്ട് വികസിക്കും. നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി നമ്മുടെ നാട്ടിലെ നമ്മുടെ ഓരോരുത്തരുടെയും പിതാവും ബഹുമാനീയനായ പൂജനീയനായ അദ്ദേഹം നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതിനെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുറേ മാപ്രകളും കുറേ പ്രത്യേക ആളുകളും ഒക്കെ അദ്ദേഹത്തിനെ വളരെ വേണ്ടതിനങ്ങൾ പറഞ്ഞ് എതിർക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലാണ് നേരത്തെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ പട്ടേലിൻ്റെ പ്രതിമ നിർമ്മിച്ചപ്പോൾ കാക്ക തൂറാനായിട്ടാണെന്നും പറഞ്ഞുകൊണ്ട് 3000 കോടി എന്തിനു വേസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേരളത്തെ വളരെ ജനങ്ങളെ ഇളക്കി വിട്ട ആളുകളൊക്കെയാണ്. ഇവരൊക്കെ സ്ഥാപിച്ച പ്രതിമകളൊക്കെ കാക്ക തൂറി കോഴി തൂറി ഒക്കെ പോവാണ്. അത് തകർന്നടിച്ച് പോകുന്നു. പക്ഷേ അദ്ദേഹം നിർമ്മിക്കുന്നത് രാജ്യത്തിന് ലോക പ്രശസ്തിയായതാണ്. അവിടെ ഒരു നാട് തന്നെയാണ് ഡെവലപ്പായത് ആ പട്ടേലിൻ്റെ പ്രതിമ കാരണം. ഒരു നാടിൻ്റെ ഡെവലപ്മെൻറ്റ് അത് നിങ്ങൾ പോയി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അത് ഞങ്ങളവിടെ പോയിരുന്നു. ഞാനത് ആളുകളൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് കളിയാക്കിയപ്പോൾ ഞാൻ എന്താണ് കാണാനായിട്ടൊന്ന് പോയപ്പോഴും ഞാൻ അതിശയപ്പെട്ടു പോയി. ഒരു നാടിൻ്റെ ഡെവലപ്മെൻറ്റ് അത് കാരണം. അല്ലാതെ നാട്ടിലെ കുറേ ആളുകൾ അവിടെ ഇവിടെ പ്രതിമ വെച്ച് കാക്കയ്ക്ക് തൂറാൻ കൊടുക്കുന്ന പോലുള്ളതല്ല. അങ്ങനെ അദ്ദേഹം ഓരോ കാര്യത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് മുന്നോട്ടിറങ്ങുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇനിയും ബി ജെ പി ഭരണം വരണം. ബി ജെ പി ഗവൺമെൻറ് തന്നെ ഇനിയും ഒരു 10-50 വർഷം ബി ജെ പി ഗവൺമെൻറ് തന്നെ കണ്ടിന്യൂ ഭരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ ലോകത്തിലെ നമ്പർ 1 രാജ്യമാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ ഓരോ പൗരന്മാർക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മളുടെ രാജ്യം, നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനപരമായിട്ട് എവിടെയും ചെല്ലാവുന്ന എവിടെയും ഒരു സ്ഥാനമുണ്ട ഒരു രീതിയിലോട്ട് ഈ ബി ജെ പി ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിനെ ഉയർത്തിയെടുക്കും. ഓരോ സംസ്ഥാനത്തിലെയും ഓരോ ജനങ്ങളും അതിനനുസരിച്ച് ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്ത് ബി ജെ പി ഗവൺമെൻറ് വരുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ എല്ലാവരും ചെയ്യണം. ഇപ്പോൾ നമുക്ക് വലിയൊരു ചാൻസാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ, കേരളത്തിലെ എല്ലാ വ്യക്തികളും എല്ലാ ആളുകളും ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ബി ജെ പി കാൻഡിഡേറ്റിനെ വിജയിപ്പിച്ച് കേരളത്തിലൊരു ബി ജെ പി മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ വികസനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവർക്കാർക്കും കട്ടുപിടിക്കണമെന്നോ സ്വന്തമായിട്ട് സെൽഫ് ഡെവലപ്മെൻറ്റ് ഒന്നും അവർക്കില്ല. അവർ എല്ലാം 1 രൂപ ഉണ്ടെങ്കിൽ 1 രൂപയും ജനങ്ങൾക്ക് വേണ്ടി മുടക്കാൻ തയ്യാറായ വ്യക്തികളാണ് ബി ജെ പിയിലുള്ള എല്ലാ വ്യക്തികളും. അപ്പോൾ നമുക്ക് ഒരു ബി ജെ പി ഗവൺമെൻറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ രാജ്യത്തിലും. അത് ഇനിയും ഏതൊക്കെ സ്റ്റേറ്റിൽ ബി ജെ പി ഗവൺമെൻറ് ഇല്ല, ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരെല്ലാം ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഇത് ഏകദേശം 70 വർഷത്തോളം ഭരിച്ച് നമ്മുടെ നാടിനെ കുട്ടിച്ചാറാക്കി നമ്മുടെ രാജ്യത്തിനെ കുട്ടിച്ചാറാക്കി ഒരു ഗവൺമെൻറ്റിനെയും ഒരു അംഗങ്ങളെ ഇനിയും ഈ രാജ്യത്തിന് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ബി ജെ പി ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവർക്ക് വരെയുള്ള സപ്പോർട്ടുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബി ജെ പി ഗവൺമെൻറ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലും ഒരു ബി ജെ പി ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് എത്രത്തോളം വികസിതമാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൊഴിലവസരങ്ങൾ കേരളത്തിൽ ധാരാളം തൊഴിലവസരങ്ങളുള്ളൊരു സ്ഥലമാണ്, ഒരു സ്റ്റേറ്റാണ്. അത് നിയോഗിക്കപ്പെടാതെ കേരളത്തിലെ കുട്ടികളും ജോലി തേടി യുവാക്കളും എല്ലാം ജോലി തേടി വിദ്യാഭ്യാസത്തിന് വേണ്ടി വെളി സ്റ്റേറ്റിലോട്ടാണ് വെളി രാജ്യങ്ങളിലോട്ടുമാണ് പോകുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് കേരളത്തിലെ അതർ സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിലോട്ട് ആളുകളെ ആകർഷിക്കാൻ കഴിവുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. അതുപോലെ കടൽ തീരമുണ്ട്, മത്സ്യവിഭവം, നമുക്ക് ആ കടൽ കൊണ്ട് സമുദ്രം കൊണ്ട് ഏതെല്ലാം രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇതെല്ലാം പറ്റുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. പക്ഷേ അതിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ നമ്മുടെ കേരളം തകർന്ന് തരിപ്പണമാക്കിയ ഓരോ ഗവൺമെൻറ്റും, അത് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇതുവരെയും നമ്മുടെ നാട്ടിൽ ഏത് ഗവൺമെൻറ്റൊക്കെയാണ് നമ്മുടെ കേരളം ഭരിച്ചത്. പഴയ കാലത്തെ മുഖ്യമന്ത്രിമാർ ഞാൻ അവരെയൊക്കെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തികളൊക്കെയാണ്. അവരൊക്കെ അവരുടെ ജീവനും അവരുടെ സ്വത്തും എല്ലാം നാടിനു വേണ്ടി വിനിയോഗിച്ചവരാണ്. പക്ഷേ ഈ അടുത്ത സമയങ്ങളിൽ ഈ കഴിഞ്ഞ ഏകദേശം ഒരു 10-20 വർഷം കൊണ്ടാണ് നമ്മൾക്ക് കേരളത്തിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഭരണത്തിൽ കയറുന്നവരെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്. അത് ചെയ്യാതെ നമുക്കിനി നമ്മളെല്ലാവരും ചേർന്ന് വിദ്യാഭ്യാസമുള്ളവരെയും വിവരമുള്ളവരെയും വിദ്യാഭ്യാസം കുറവുണ്ടെങ്കിലും അവർക്ക് അറിവും വിവരമുള്ള വ്യക്തികളുണ്ട്. വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമായിട്ട് ഞാൻ പറയുന്നില്ല, അറിവും ലോകവിവരവും ഉള്ളവരുണ്ട്.
അവരൊക്കെ നല്ല ഒരു ഒരു സ്റ്റേറ്റ് ഭരിക്കാനും ഒരു രാജ്യം ഭരിക്കാനും കഴിവുള്ള ആളുകളൊക്കെ ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളെ ആര് ഭരിക്കണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവരെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും പുരോഗതിയാണ് നമ്മൾ നോക്കേണ്ടത്. അതിനനുസരിച്ച് എല്ലാവരും ഇപ്രാവശ്യത്തെ ഇലക്ഷന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു BJP ഗവൺമെൻറ് കേരളത്തിൽ വരണമെന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് മുൻപോട്ട് പോയി അതിന് നമ്മുടെ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, കേരളത്തിൽ ഇനിയും വരുന്ന തലമുറയ്ക്ക് സന്തോഷവും സമാധാനമായിട്ട് കേരളത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ലൊരു ഗവൺമെൻറ്റിനെ BJP ഗവൺമെൻറ്റിനെ നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം.